ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് ആണ്. ശരിക്കും കുറഞ്ഞ സമയം മതി, അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു മലബാർ സ്പെഷ്യൽ പുഡിംഗ് ആണെന്ന് തന്നെ പറയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പിനടുത്ത് പാലാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ. അതായത് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് 240 ml കപ്പ്, അങ്ങനെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തിള വന്നതിന് ശേഷം നന്നായിട്ട് പാൽ തിളപ്പിച്ചെടുക്കുക. പാൽ തിള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1.5 കപ്പ് പാലാണ് എടുത്തതെങ്കിൽ അതിനകത്തുനിന്നൊരു 1/4 കപ്പ് പാൽ വറ്റി വരുന്ന പാകത്തിന് മാത്രം ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമ്മൾ കുറുക്കി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മളിതുപോലെ നമ്മൾ പാൽ തിള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പാലൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കുറച്ച് പാലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് നമുക്ക് പഞ്ചസാരയും ചേർക്കാം, അതുപോലെ മിൽക്ക് മെയ്ഡും ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡുമാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി മിൽക്ക് മെയ്ഡ് ഒട്ടും താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ മുഴുവനായിട്ട് പഞ്ചസാര വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടും ഞാൻ ഈ ചെയ്ത രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു അത്യാവശ്യം ഒരു മധുരം കാര്യമൊക്കെ ആയിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ചൂടാറണം. ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ടേക്ക് ഈ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏലക്കയാണ് നമ്മൾ ചേർക്കുന്നത്. ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏലക്കയാണ് ചേർക്കുക. ഞാനിവിടെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരിത്തിരി ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ഈ ഒരു കണക്കിന് എടുത്തിട്ടുള്ളത്. 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റായി കിട്ടുക. അപ്പോൾ 1.5 കപ്പ് പാലൊക്കെ എടുക്കുന്നതാണെങ്കിൽ 2 മുട്ട വെച്ച് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂടുതൽ സമയം ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ മുട്ടയും പാലൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗള്, ഇതിനകത്തോട്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യോ ബട്ടറോ തേച്ചിട്ട് ഒന്നുകിൽ സ്റ്റീൽ ബൗളോ ബേക്കിംഗ് ട്രേയോ ചൂട് തട്ടുമ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള ഗ്ലാസിൻ്റെ ബൗളോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം നെയ്യ് തൂക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു അരിപ്പ വെച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം പാൽപ്പാടിയും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കയുടെ കുരുവും അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ടാകും, അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ ആ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് തന്നെ അടച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അലുമിനിയം ഫോയിൽ തന്നെ വേണം നിർബന്ധമില്ല. കയ്യിൽ പാത്രത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അടച്ചു വെക്കുക. കാരണം വെള്ളം വീണിട്ട് ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിള വന്ന് ആവി വന്നതിന് ശേഷം പാത്രം ഇതുപോലെ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം മതി, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 10 മിനിറ്റേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. 10 മിനിറ്റിന് ശേഷം ഫോയിലൊന്ന് മാറ്റിയതിന് ശേഷം ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് പാകം കാണിച്ചു തരാം. നമ്മൾ കത്തി വെച്ച് കുത്തുന്ന സമയത്ത് കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് ഇതുപോലെ കിട്ടും. ഇതാണ് ഇതിന് കറക്റ്റ് പാകം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറണം. ഒന്നുകിൽ ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ നന്നായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് ആണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ആപ്പിളും അതുപോലെ നമ്മുടെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് സെർവ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് ഒരു 2 ഏലക്കയുടെ കുരുവെടുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം വാനില എസൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാനില എസൻസിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്രൂട്ട്സും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആ പുഡിങ് മാത്രമായിട്ട് സെർവ് ചെയ്യുക. നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമുള്ളതാണ്. ഒന്നുകൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്തെങ്കിലും വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക. കാരണം അത്രയധികം നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. പാത്രം കമിഴ്ത്തിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും അതുപോലെ ഈ ഒരു പുഡിങ് വെച്ചതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പിസ്ത മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, നല്ല ഫൈൻ പൗഡറായിട്ട്. എന്നിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മുകൾ ഭാഗത്ത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒന്നും വേണ്ടാന്നാണെങ്കിൽ സിമ്പിളായിട്ട് ആ പുഡിങ് മാത്രം തയ്യാറാക്കി എടുക്കാം. പക്ഷേ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ പുഡിങ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഞാനിതിപ്പോൾ എടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.